ഫിഷിനെ എന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞിച്ചാള പേരൊതുക്കിയത് കേട്ടോ. കുഞ്ഞിച്ചാള പേരൊതുക്കിയിട്ട് കഴിച്ചിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് അല്ലേ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ കുറച്ച് തേങ്ങ ചിരണ്ടിയത്, കുറച്ച് ചുവന്നുള്ളി, ഇഞ്ചി, പച്ചമുളക് ആയിട്ട് എടുത്താക്കണത്. വേറെ വെളുത്തുള്ളി നമുക്ക് ഇതിൽ ആവശ്യമില്ല. പിന്നെ നമ്മുടെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി. അപ്പോൾ നമ്മൾ മുളക് പൊടിയുടെ കളർ അങ്ങനെ അധികം ഉദിച്ച് നിൽക്കരുത്, നമ്മൾ മഞ്ഞ കളറിലുള്ള പേരൊതുക്കണത്. അപ്പം ഞാൻ ഏതോ ഒരു ആലോചനയിൽ മിക്സിയിലിട്ട് അടിച്ചപ്പോൾ അത് നല്ലോണം അരിഞ്ഞു പോയി ഗൈസ്. എന്നാലും കുഴപ്പമില്ല, അധികം ഒന്നും അറിയാൻ പാടില്ല, ലേശം ഒന്ന് ക്രഷ് ചെയ്താൽ മതി. എന്നാലും ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു. അങ്ങനെ നമ്മൾ കഴുകി വെച്ചേക്കണ ചാളയുടെ പുറത്തോട്ട് ഈ അരവങ്ങാട് ഇട്ടിട്ട് നല്ലോണം കുഴച്ചു. അങ്ങനെ നമ്മൾ ചീനച്ചട്ടിയിൽ വെച്ച് ചൂടാകാൻ വെച്ചിട്ടപ്പോൾ ഇതിൻ്റെ മെയിനായിട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുടംപുളി ആട്ടോ. അപ്പോൾ ഞാൻ കുടംപുളി വെള്ളത്തിലിട്ട് കുറച്ച് തിരുമ്മി വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് കുടംപുളി ആ വെള്ളം അങ്ങോട്ട് അതേപടി തന്നെ ഒഴിച്ചിട്ട്, പക്ഷേ കുടംപുളി വെള്ളം വെച്ചപ്പോൾ നമ്മുടെ മീനിൻ്റെ കളർ ഒന്ന് ലേശം ഒന്ന് കുടംപുളിയുടെ ഒരു കളറിലോട്ട് വന്നു. മഞ്ഞ കളറായിരുന്നില്ല അപ്പോൾ ലാസ്റ്റ് വന്നത്, ഇത് ഇങ്ങനത്തെ ഒരു കളറായിരുന്നു. അതായത് സംഭവം ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് പച്ച വെളിച്ചെണ്ണ മുകളിൽ കൂടെ ഒഴിച്ചാൽ അടിപൊളി നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇത്ര ഒട്ടുകൂടി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം.